ഹായ്. അപ്പം ഇപ്പോൾ സമയം ഒരു 3:30 ആയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഇന്നൊരു യാത്ര പോവുകയാണ്, കോയമ്പത്തൂർക്കാണ്. അപ്പം സുരേഷ് ഏട്ടനെ കാണാനാണ് പോകുന്നത്. സുരേഷ് പാലക്കാട് എന്നുള്ള ചേട്ടനെ അറിയാത്ത ആരുമില്ല. എല്ലാ ചാനലിലും വന്ന് ഫുള്ള് സപ്പോർട്ട് തരുന്ന ഒരാളാണ്. അപ്പോൾ സുരേഷ് ഏട്ടൻ പാലക്കാടിനെ കാണാനാണ് ഞങ്ങളെല്ലാവരും പോകുന്നത്. അപ്പം ഞങ്ങളുടെ കൂടെ കൊല്ലംകാരനുണ്ട്, തമ്മിച്ചേട്ടനുണ്ട്, നീതുണ്ട്, ഞാനുണ്ട്, ആതിര മാളവിക എന്ന ഐഡിയിൽ വരുന്ന മാളു എന്ന് പറഞ്ഞ കുട്ടിയുമുണ്ട്. ഇപ്പോൾ സമയം വെളുപ്പിന് 3:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കൊല്ലത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കയറുന്നത്. അപ്പോൾ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. അപ്പം 5:25 ട്രെയിൻ വരും. ഞങ്ങൾ നിൽപ്പുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങളൊന്ന് പരിചയപ്പെടുത്താം. എന്നെ അറിയാം നിങ്ങൾക്ക്. ഇത് നമ്മുടെ തങ്കച്ചേട്ടൻ, ഇത് നമ്മുടെ നീതി കുരിപ്പ്, ഇത് നമ്മുടെ കൊല്ലം, ഇത് നമ്മുടെ ബിന്ദു ചേച്ചി. കഴിഞ്ഞോ? ഇത് പിന്നെ എൻ്റെ മോനും. അപ്പം ഞങ്ങൾ ഇത്രയും പേരോടാണ്. അപ്പം ട്രെയിൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം 5:20 ഞാൻ ട്രെയിന്. അപ്പം അപ്പം ഞങ്ങളുടെ ട്രെയിൻ വരുന്നുണ്ട്. Messengers reminding us that even the smallest rock can have a hand at sculpting worlds. Asteroid. നമ്മളപ്പോൾ കോയമ്പത്തൂർ ജംഗ്ഷൻ എത്തി കേട്ടോ. കമോൺ, എൻ്റെ പുറകെ വന്നോ, കാണിച്ചു തരാം.
അപ്പോൾ ഞങ്ങളവിടെ ചെന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഹാരിസ് അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഹാരിസ് ബാംഗ്ലൂരിൽ നിന്ന് വന്നതാണ്, രാവിലെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ ഇത്രയും ദൂരത്ത് നിന്ന് സുരേഷ് ചേട്ടനെ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സുരേഷ് ചേട്ടനോടുള്ള സ്നേഹം അതുപോലെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സുരേഷ് ചേട്ടന്, പാലക്കാടാണ് വീടൊക്കെ. അപ്പോൾ കോയമ്പത്തൂരാണ് ജോലിയൊക്കെ. അപ്പോൾ കുറേ നാളും കൊണ്ട് വിചാരിക്കുന്നു സുരേഷ് ചേട്ടനെ ഒന്ന് പോയി കാണണമെന്ന്. അപ്പോൾ അത് നമുക്കിന്ന് സാധിച്ചു. സുരേഷ് ചേട്ടനും അതുപോലെയായിരുന്നു, ഞങ്ങളെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഇത്രയും ദൂരത്തു നിന്നൊക്കെ സുരേഷ് ചേട്ടനെ കാണാൻ വരുമെന്നൊക്കെ പറഞ്ഞ് സുരേഷ് ചേട്ടന് അതുപോലെ സന്തോഷം ഉണ്ടായിരുന്നു. Celestial messengers reminding us that even the smallest rock can have a hand at sculpting worlds. അപ്പോൾ വണ്ടിക്കകത്ത് എല്ലാവർക്കും കൂടി ഇരിക്കാൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് കൊല്ലംകാരനും ഹാരിസൂടെ ഒരു ഓട്ടോ വിളിച്ച് വരുമായിരുന്നു. Asteroid. അപ്പോൾ റൂം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇത്രയും പേരും ഉള്ളതുകൊണ്ട് പുറത്ത് റൂം എടുത്തിട്ടുണ്ടായിരുന്നു. പുറത്ത് പിന്നെ തങ്കച്ചേട്ടനും സുരേഷ് ചേട്ടനോട് ഭയങ്കര സ്നേഹപ്രകടനങ്ങളൊക്കെ ആയിരുന്നു. വീഡിയോ നോക്കിയാൽ അറിയാം. പിന്നെ ഭയങ്കര യാത്രാക്ഷീണമൊക്കെ ആയിരുന്നു. പിന്നെ കുരിപ്പിനെ കൊണ്ട് യാതൊരു രക്ഷയില്ല കേട്ടോ, അമ്മാതിരി ഭയങ്കര തമാശയാണ്. നമുക്ക് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നമുക്ക് ബോറടിക്കത്തില്ല കേട്ടോ. ഹായ് ഗൈസ്, നമ്മളങ്ങനെ കോയമ്പത്തൂർ വന്നു. കോയമ്പത്തൂരല്ല, കോയമ്പത്തൂർ. നമ്മൾ ഫസ്റ്റ് എടുക്കാൻ വന്നേക്കാണ്. കണ്ടോ, നമ്മള് റൂം എടുത്തു. ഒന്ന് എല്ലാവരും ഫ്രഷ് ആവാൻ വേണ്ടി റൂം എടുത്തേക്കാണ്. സിനിമ എന്തുകൊണ്ട് നോക്കിയത് നിങ്ങൾക്ക് അറിയാമോ? ഞാൻ ഈ വീഡിയോ എടുത്തത് സിനിമയുടെ ഫോണിൽ. അപ്പോ ഞങ്ങള് യാത്ര ഓക്കെ, നമ്മുടെ ബിന്ദുമ്മയുടെ കാക്കൂന്തൽ കണ്ടോ നിങ്ങൾ? കാച്ചി എണ്ണയും പശുവും പാലും കൂടി മിക്സ് ചെയ്ത് എടുത്തൊരു പുതിയ കാച്ചി എണ്ണയാണ്. അപ്പൊ അതൊക്കെ വീട് നമ്മളൊക്കെ മാറ്റി. എന്റെ തുത്ത് കണ്ടോ? മഴവില്ല. വാവ്, നമ്മുടെ എന്താ പറയാ, മാന്റെ ഒക്കെ വാലില്ലേ, അതിന്റെ തുത്ത്, ആ തുത്താണ് കണ്ടോ? ഇത് കണ്ടോ നിങ്ങൾ? ആരും കണ്ണു വയ്ക്കണ്ട, വെപ്പ, ഫുള്ള് വെപ്പ. ഇത് മൊത്തത്തിൽ വെപ്പ. ഇതൊക്കെ വീഡിയോ കണ്ടു കണ്ടു മൊത്തത്തിൽ വെപ്പാണ്. ഈ വെപ്പും കൂടി ഇല്ല, നമ്മൾ മീഷോന്ന് 150 രൂപ നമുക്ക് വാങ്ങിച്ചതാ. അപ്പൊ അതൊക്കെ വിടാൻ നമ്മള് കാര്യത്തിലോട്ട് കിടക്കാം. അപ്പൊ സുഖമല്ല എല്ലാവർക്കും? ഞങ്ങൾക്ക് സുഖമാണ്. അപ്പൊ ഞങ്ങള് കുറെ അലഞ്ഞ് ഞങ്ങൾ സ്പോട്ടിൽ വന്നേക്കാണ്. എല്ലാരും ചോദിച്ചു എവിടെ പോവാ. കുറച്ച് പേർക്ക് ഞങ്ങൾ മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങള് സുരേഷ് ഏട്ടനെ കാണാൻ പോവാണ്. കോയമ്പത്തൂരുള്ള ഞങ്ങൾ സുരേഷ് പാലക്കാട് അല്ലേ, സുരേഷ് പാലക്കാട് ഏട്ടനെ കാണുമ്പോൾ പാലക്കാടാണെങ്കിലും ഏട്ടനുള്ളത് കോയമ്പത്തൂരാണ്. ഇവിടെ സെറ്റിലാണ് ഏട്ടൻ. അപ്പൊ ഞങ്ങൾ ഏട്ടനെ കാണാൻ ഇങ്ങോട്ട് വന്നു. ഞങ്ങളിപ്പോ റൂം എടുത്തേക്കാണ്.
കാരണം എല്ലാവർക്കും ഒരുമിച്ച് സ്റ്റേ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം എല്ലാവർക്കും അറിയാലോ, എല്ലാവരും ഒരുമിച്ചുള്ള ഒരു അവസ്ഥ. അപ്പോൾ നമ്മൾ വീടിനടുത്തൊരു ഹോട്ടലിൽ റൂം എടുത്തേക്കാണ്. എല്ലാവരും ഉണ്ട്. നമ്മുടെ സിനിമോന്റെ ചക്കമച്ചുണ്ട് ഇവിടെ. പിന്നെ സിനിമോളുണ്ട്. പ്രമുഖ അറിയാമല്ലോ എല്ലാവർക്കും. എനിക്ക് സബ് മാത്രമേ ഉള്ളൂ, ആരാധകരില്ല. ആരാധകർ ശ്രദ്ധിക്കരുത്. സിനിമോൾ ഇത് നമ്മുടെ മാളൂട്ടിയാണ്, എല്ലാവർക്കും അറിയാം. മാളവിക നമ്മുടെ അനിയത്തിക്കുട്ടിയാണ്. അവളുടെ വീട് തൃശ്ശൂര്. അവള് ആലപ്പുഴയാണ്. പക്ഷെ 5 മണിക്കുള്ള തൃശ്ശൂർ അവള് ജോലി ചെയ്ത് തൃശ്ശൂര. സോറി. ആ സുന്ദരമായ മുഖം ഒന്ന് നീട്ടു. വാ സുന്ദരം വന്നു. ഇങ്ങനെ കാണിച്ചാ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ബിന്ദു അമ്മയാണ്, നമ്മുടെ സിനിമ ചേച്ചിയുടെ ഏട്ടത്തി അല്ലേ? ഏട്ടത്തി നമ്മുടെ ബിന്ദു അമ്മ. ഫേസ് ഒന്ന് ക്ലിയർ ആയിട്ട് കാണിച്ചു കൊടുക്കുക. അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ എത്തി. അപ്പോൾ ഞങ്ങളിനി ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഹൈദരാബാദ് ബിരിയാണി, അതും ബക്കറ്റിൽ. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കഴിക്കുകയാണ് കേട്ടോ. ഞാനിതിലിട്ടും കഴിച്ചിട്ടില്ലേ. നല്ല സൂപ്പറായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ പായസവും പിന്നെ ഐസ്ക്രീമൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും സൽക്കരിച്ച് ഞങ്ങൾ കേട്ടോ. ഞങ്ങൾക്ക് പിന്നെ കടിച്ചിട്ട് അനങ്ങാൻ വയ്യായിരുന്നു. അതുമാതിരി വയറ് പെരുത്ത് ഫുള്ളായി. You don't wanna know if I feel alright. I don't wanna just forgive you, I just wanna be fine. I'll be waiting for a sign to light up, yeah. And your heart is out of sight. I just wanna feel mine. Hey you, I'm gonna be the one for another one. Hey you, maybe then you'll know that I was never one. I don't wanna see you, I don't wanna fear you tonight. You don't wanna know me, you just wanna make sure you're right. I'm gonna be the one for another one. Maybe then you'll know that. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നേ. ഇനിയിപ്പോൾ വൈകിട്ട് അവിടെ സ്ഥലം കാണാനൊക്കെ ഒന്ന് പോകണം. അപ്പോൾ ഞങ്ങൾ റെസ്റ്റൊക്കെ ഒന്ന് എടുത്തു, ഒന്ന് ഫ്രഷായി. ഞങ്ങളിനി ആദിയോഗി ഭഗവാനെ ഒന്ന് കാണാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ഒരുപാട് താമസിച്ചു. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നറിയത്തില്ല. നല്ല രസമുണ്ടായിരുന്നു ഈ യാത്ര കേട്ടോ. അതുപോലെ ഞങ്ങൾ അടിച്ചു പൊളിച്ചു. പക്ഷേ ഞങ്ങൾക്ക് ഒരുപാട് സ്ഥലം ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല, കാരണം സമയപരിധി മൂലം. ഞങ്ങൾ താമസിച്ചാണ് അവിടെ നിന്ന് ഇറങ്ങിയതും. അപ്പോൾ ഇനി ഞങ്ങൾ ഒരിക്കൽ കൂടി ഞങ്ങളിവിടെ വരും. സുരേഷ് ചേട്ടന് ഞങ്ങളോട് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം സുരേഷ് ചേട്ടൻ ഇച്ചിരി ബിസി ആയിപ്പോയി. സാരമില്ല, അടുത്ത പ്രാവശ്യം നേരത്തെ മതി എന്ന് ഞങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സൂപ്പർ പ്ലേസാണ് കേട്ടോ കോയമ്പത്തൂർ. ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണാനുണ്ട്. പക്ഷെ ഞങ്ങൾക്കതൊന്നും കാണാൻ സാധിച്ചില്ല. അപ്പോൾ ഇനിയത്തെ വരവിന് എല്ലായിടവും പോയി ഒന്ന് കാണണം. നേരെ സന്ധ്യയായി തുടങ്ങിയിട്ടുണ്ട്. ഇനി അവിടെ ചെല്ലുമ്പോൾ കാണാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. ഞങ്ങൾ താമസിച്ച സ്ഥലത്തുനിന്ന് കുറേ ദൂരമുണ്ട്. അങ്ങനെ ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷെ നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. ദൂരെ നോക്കി നല്ല വ്യൂ ആയിരുന്നേ. പക്ഷേ ഞങ്ങൾക്ക് ഭയങ്കര നിരാശയായിപ്പോയി. രാത്രിയിലായിരുന്നു ഞങ്ങളവിടെ എത്തിയത്. അപ്പോൾ 8 മണി വരെ ഉള്ളൂ. അപ്പോൾ 8 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടോട്ട് എൻട്രി ഇല്ല. അപ്പോൾ ക്ലോസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ വേറെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവിടേക്ക് ഞങ്ങളൊന്ന് നടന്ന് ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെയൊക്കെ കണ്ട് തൃപ്തിപ്പെട്ടു. Got me.
feel like you're about to sink. I don't wanna just forget you, but I wanna be fine. I'll be waiting for a sign to light up, yeah. And your heart is out of sight. I just wanna feel mine. Hey you, I could become the one for another one. Hey you, maybe then you'll know that I was never one. I'm gonna be the one for another one. Maybe then you'll know that I was never one. I'm gonna be the one for another one. I don't wanna fear you tonight. Got me. Got me. Yeah, me, got me, got me. Can I hear you? Got me. അപ്പം ഞങ്ങൾ തിരിച്ച് റൂമിലെത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഫുഡ് കൂടെ കഴിച്ചിട്ട് റൂമിൽ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു കാര്യോടെ ഇതിനിടയ്ക്ക് വിട്ടുപോയി. സുരേഷേട്ടൻ പാവാണ് കേട്ടോ, നല്ല സഹകരണമാണ്. നമ്മുടെ ചാനലിനകത്ത് കാണുന്ന അതേ സ്വഭാവം തന്നെയാണ്, പൊക്കി പറഞ്ഞൊന്നുമല്ല കേട്ടോ, അതേ സ്വഭാവം തന്നെയാണ് ഇവിടെയും. പാവാണ് കേട്ടോ, വളരെ ഒരു പച്ചയായിട്ടുള്ളൊരു മനുഷ്യന്. സുരേഷേട്ട ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ പൊക്കി പറഞ്ഞൊന്നുമല്ല കേട്ടോ, വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. കാരണം എനിക്കിത് പറയാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ അടുത്തുള്ളൊരു തട്ടുകട കയറി. അപ്പോൾ ദോശയായിരുന്നു മേടിച്ച് കഴിച്ചേട്ടോ. കുരിപ്പിരുന്ന് ഉറക്കം തോന്നുന്നുണ്ടോ? അപ്പം രാത്രി ലൈറ്റായിട്ടുള്ള ആഹാരം മതിയെന്ന് ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ അത് ഞങ്ങൾക്ക് ദോശ മേടിച്ച് തന്നു. I don't wanna see you. I don't wanna hear you tonight. I don't wanna fight you. You don't wanna know if I feel alright. അപ്പോൾ നേരം വെളുത്തു. അപ്പോൾ ഇന്നലെ ചെന്ന് കിടന്നത് മാത്രമേ ഓർമ്മയുള്ളൂ, ക്ഷീണം കൊണ്ട് ഒന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ സുരേഷേട്ടന് ജോലി സ്ഥലത്ത് നിന്ന് കോൾ വന്നുകൊണ്ട് സുരേഷേട്ടൻ പോയി, ഭയങ്കര വിഷമത്തോടെ പോയേക്കുന്നത്. ഇനിയിപ്പോൾ ഞങ്ങൾ നാട്ടിൽ പോവുകയാണ്, അതിന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഹലോ, ഞങ്ങൾ പോവുകയാണ്. സുരേഷേട്ടന് അത്യാവശ്യമായിട്ടൊരു കേസ് വന്നപ്പോൾ സുരേഷേട്ടൻ പോയി. അപ്പം ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ നാട്ടിലേക്ക്. മിസ് യു ഓൾ. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക, പിന്നെന്താ സബ്സ്ക്രൈബ് ചെയ്യുക, ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും ബൈ ബൈ. ബൈ. അപ്പം ഞങ്ങൾ ഇനി നാട്ടിലോട്ട് തിരിക്കുകയാണ്. അപ്പോൾ ഇനിയും ഇതുപോലെ ഓരോരുത്തരെയും കാണാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ദൈവം തമ്പുരാൻ അതിനുള്ള ഇടവരുത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാം ദൈവമാണ് നടത്തി തരേണ്ടത്. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അപ്പോൾ വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്